അടുത്ത ക്വസ്റ്റ്യൻ കോൺകേവ് മിറർ. യെസ്, കോൺകേവ് മിറർ ആണ്. ചാപ്റ്റർ റേ ഓപ്റ്റിക്സ്, റിഫ്ലക്ഷൻ മിററിന്റെ ഭാഗമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതൊക്കെയാ? ദ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് ഈസ് 20 cm. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് -3. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എന്തൊക്കെ തന്നു? ഞാനൊന്ന് ജസ്റ്റ് വരച്ചാൽ ഇതാ കോൺകേവ് മിറർ. എന്നിട്ട് തന്നത് മാഗ്നിഫിക്കേഷൻ -3 എന്നല്ലേ തന്ന്? -3 പറഞ്ഞാൽ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കണം, അത് റിയൽ ഇമേജ് ആണ്. അപ്പോൾ വലിയ ഇമേജ് ഉണ്ടാവണമെങ്കിൽ ബിറ്റ്വീൻ F and 2F വെക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ ഇമേജ് ഇവിടെ എവിടെയോ ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ ഇവർ തമ്മിലുള്ള ദൂരല്ലേ നമുക്ക് 20 cm തന്ന്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് 20 തന്ന്. ഇനി മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് -3 തന്നു. അപ്പം ഞാൻ അവിടെ തുടങ്ങുന്നു. മോഡുലസ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഏതാ? 3. മിററിൽ മോഡുലസ് ഓഫ് മാഗ്നിഫിക്കേഷൻ മോഡുലസ് ഓഫ് V ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് U, ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട്? 3. അപ്പോൾ മോഡുലസ് ഓഫ് V ഈസ് ഇക്വൽ ടു 3U, റൈറ്റ്? ഒരു സാധനം അത്. ഇനി ഇവിടെ നോക്ക്, ഇതല്ലേ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇതല്ലേ ഇമേജ് ഡിസ്റ്റൻസ്. ഇവിടുന്ന് മനസ്സിലാവും V മൈനസ് U. മോഡുലസ് ഓഫ് V മൈനസ് മോഡുലസ് ഓഫ് U എത്രയാ? ദാറ്റ് ഈസ് 20. മോഡുലസ് ഓഫ് V എത്രയാ? 3U ആണ്. അപ്പോൾ 3U മൈനസ് U ഇസ് ഇക്വൽ ടു 20. അപ്പോൾ U ഇസ് ഇക്വൽ ടു 30, 10. അപ്പോൾ V എത്ര കിട്ടും? ദാറ്റ് ഈസ് 30. ഇതൊക്കെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് ഓർത്തിരിക്കണം. നമ്മളോട് ചോദിച്ചാൽ എന്താ? റേഡിയസ് കർവേച്ചർ. അപ്പോൾ ഫോക്കൽ ലെങ്ത് കിട്ടിയ റേഡിയസ് കിട്ടുമല്ലോ. മിറർ ഫോമിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏതാ? 1/F ഇസ് ഇക്വൽ ടു 1/U പ്ലസ് 1/V. 1/U. V ഇവിടെ രണ്ടും നെഗറ്റീവാണ്. ഫ്രണ്ടിൽ വരുന്ന ഡിസ്റ്റൻസ് നെഗറ്റീവ്. അപ്പോൾ U എത്രയാ? -10 പ്ലസ് V എത്രയാ? ദാറ്റ് ഈസ് -30. അപ്പോൾ മൈനസ് സൈൻ പിടിച്ച് പുറത്തിട്ടു. LCM എടുത്തു കഴിഞ്ഞാൽ 3 + 1 വരണം. അപ്പോൾ അത് -1/7.5. ഫോക്കൽ ലെങ്തിൻ്റെ വാല്യൂ മതിയെങ്കിൽ അപ്പോൾ 7.5. അപ്പോൾ റേഡിയസ് കർവേച്ചർ എത്രയാ? 2F, ദാറ്റ് ഈസ് 15 cm വരണം. അപ്പോൾ ദ ആൻസർ വിൽ ബി 15 cm. 4. ഫൈൻ.